കരിങ്കാളിത്തറ അരങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. പിറകിലെ ചെണ്ടമേളങ്ങളും ആളുകളുടെ ആരവവും വെളിച്ചപ്പാടിൻ്റെ ആക്രോശങ്ങളും എല്ലാം അവസാനിച്ചിരിക്കുന്നു. തിറ അരങ്ങിലെത്തി. തിറയെക്കുറിച്ച് വരുമ്പോൾ, കരിങ്കാളിത്തറയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് പ്രത്യേകിച്ച് പറയാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. എന്നുവെച്ചാൽ ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കൊണ്ടു വടക്കൻ കേരളത്തിൻ്റെ പ്രത്യേകതയായിട്ടുള്ള തിറയാണ് കരിങ്കാളിത്തിറ. അത്രമാത്രം വടക്കോട്ട് തിറ പോകുന്നില്ല, എന്നാൽ തെക്കോട്ടും പോകുന്നില്ല. നമ്മുടെ വള്ളുവനാടൻ പ്രദേശത്ത് ചില കരിങ്കാളി തിറകളുണ്ട്. തിറയും പൂതനും എന്നൊക്കെ പറയുന്ന കലാരൂപങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ കരിങ്കാളി തിറ എന്നവർ പറയാറുണ്ട്. പക്ഷേ ആ തിറയും അത് കെട്ടുന്നവരും അതിനെ കൊണ്ടു നടക്കുന്നവരും വളരെ വ്യത്യസ്തമായിട്ടുള്ള സമൂഹമാണ്. ഈ സമൂഹം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കരിങ്കാളിത്തറയുടെ ഈ സമൂഹം. 18 കാവുകളിൽ കൃത്യമായിട്ട് സാമൂതിരിപ്പാടിൻ്റെ 18 കാവ് എന്ന് പറയുന്ന കാവുകളിൽ ഓരോ കാവുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തിറയാണ് ഈ കരിങ്കാളിത്തിറ. അവിടെ നടക്കുന്ന അവിടുത്തെ അനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ദേവതയ്ക്കുള്ള അനുഷ്ഠാനമായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് മാംസമോ രക്തമോ ബലിയോ ഒന്നും ഉണ്ടാവില്ല. അത് പിന്നെ ചില ആളുകൾ പറയുന്ന പോലെ ഒരു വർണ്ണപ്പകിട്ടായിട്ടുള്ള ഒരു വേഷമൊന്നും ഈ കരിങ്കാളിക്ക് കണ്ടില്ല. ഒരുപാട് വിധാനങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ ഒരുപാട് താളമേളങ്ങളോ ഒരുപാട് അഭ്യാസങ്ങളോ നൃത്തങ്ങളോ ഒന്നും ഈ കരിങ്കാളിത്തിറയ്ക്ക് കാണുന്നില്ല. നേരത്തെ പാലും വെള്ളരിക്ക് വെളിച്ചപ്പാട് തൂവിയ മഞ്ഞപ്പൊടിയും വെളിച്ചപ്പാട് കൊണ്ടുവച്ച വെള്ളം വയ്ക്കുന്ന സ്ഥലം, അതുപോലെ അഗ്നി കൂട്ടിയ സ്ഥലം, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഈ തിറ സന്ദർശിക്കുന്നു, കാണുന്നു. അതിനുശേഷം ഈ തിറ നിൽക്കുന്ന സ്ഥലത്ത് പാട്ട് പാടുന്ന അല്ലെങ്കിൽ തോറ്റം പാടുന്ന ആളുകൾ എത്തുന്നു. അവർ ഈ തിറയെ പ്രദർശനം വെച്ച് തോറ്റം പാടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം കരിങ്കാളിത്തറ കുറച്ച് നേരം ഈ ചെറുതുടിയുടെ താളത്തിനനുസരിച്ച് ആടി നിൽക്കുന്നു. വളരെ വളരെ വ്യത്യസ്തമായിട്ടൊരു ചിത്രമാണ് നമുക്കവിടെ കിട്ടുക. ഒരു ആളും ബഹളവും ഇല്ലാതെ കേവലം 1-2 ചൂട്ടുകളുടെ വെളിച്ചത്തിൽ ഈ ചെറുതുടിയുടെ താളത്തിൽ വെളുത്ത തുണി പുറകിലേക്കിട്ട് മറ്റ് കിരീടങ്ങളൊക്കെ മുൻവശം കണ്ടുകൊണ്ട് വലിയ ബഹളമൊന്നുമില്ല, വലിയ അഭ്യാസമൊന്നും പ്രകടിപ്പിക്കാതെ, നൃത്തമൊന്നും പ്രകടിപ്പിക്കാതെ കേവലമുള്ള ഒരാട്ടമാണ്, ചെറിയൊരാട്ടം. ഈ ചെറുതുടിയുടെ താളത്തിൽ ആരുമില്ലാതെ വിജനമായ 18-ാം നാഴികയ്ക്ക് അരങ്ങിലെത്തുന്ന ഈ തിറ കാണുന്ന ഒരാൾക്ക് ഈ തുടിയുടെ താളത്തിൽ രാത്രിയിൽ ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ ആടി നിൽക്കുന്ന ഈ തിറ ഏതോ പ്രാചീന കാലത്തെ ഒരനുഭവത്തിലേക്ക്, പ്രാചീന കാലത്തുള്ള ചില വേഷങ്ങളിലേക്ക്, അനുഭവങ്ങളിലേക്ക്, കേട്ട് പരിചയമുള്ള ചില ഭൂമികളിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അത് തികച്ചും വ്യത്യസ്തമായ ഒരനുഭവമാണ്. വടക്കൻ കേരളത്തിലെ തെയ്യങ്ങളിലോ അതുപോലെ വള്ളുവനാടൻ പ്രദേശങ്ങളിലെ തിറകളിലോ ഒന്നും കാണാത്ത വേറെ ഒരു തരത്തിലുള്ള ഒരനുഭവവും ചിലപ്പോൾ ഭയപ്പെടുത്തുകയും ചിലപ്പോൾ സന്തോഷിക്കുകയും ചിലപ്പോൾ വല്ലാതെ ഒരേകാന്തത അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു തിറയല്ലേ ഇത് എന്ന് കാണുന്ന ആളുകൾക്ക് തോന്നിപ്പോകുന്നു. അത്തരത്തിലുള്ള ഒരു തിറയാണ് കരിങ്കാളിത്തിറ. ഈ തിറ എന്ന് പറയുന്നതിൻ്റെ ആ വിശേഷങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള കോഴിക്കോടൻ പ്രദേശങ്ങളിലോ വടക്കോട്ടുള്ള കൊല്ലാണി തുടങ്ങിയുള്ള പ്രദേശങ്ങളിലോ അതിൻ്റെ പിന്നിൽ മാവൂർ ഭാഗത്തുള്ള ചില തിറകളിലോ ഒന്നും കാണാത്ത ഒരു തരത്തിലുള്ള
ഏകാന്തതയും ബഹളമില്ലായ്മയും വേഷവിധാനത്തിലുള്ള ആകർഷണീയമായിട്ടുള്ള രംഗവിധാനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു തിറയാണ് കരിങ്കാളിത്തിറ. ഇത് കാണുന്നത് ഒരു തരത്തിലുള്ള പ്രത്യേക അനുഭവമാണ്. ഇത് വല്ലാത്ത നിറപ്പകിട്ടില്ലാത്ത ഒരു തിറയാണെന്ന് പറയാം. ഇതിന് പുറകിൽ കാര്യമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, തോറ്റം പാട്ടുകാരാണ് ഈ തിറയ്ക്ക് പിറകിലുള്ളത്. ഈ ചെറുതുടി കൊട്ടിയിട്ട് പാടുകയാണ്. കടൽ വഴി വന്ന ദൈവത്തിന് ചെറുതുടിയാണ്, മല വഴി വന്ന ദൈവത്തിന് മലന്തുടിയാണ് എന്ന് പറയാറുണ്ട്. ഇത് കടൽ വഴി വന്ന ദൈവമാണ് ആയതുകൊണ്ട് ചെറുതുടി കൊട്ടിയിട്ട് ഈ തോറ്റം പാടുകയാണ്. നമ്മൾ പറയുമ്പോൾ ഈ അവതാരകരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ വെളിച്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ കരിങ്കാളി തിറ കെട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞു, കരിങ്കാളി തിറയുടെ ആട്ടത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഏറ്റവും പ്രധാനം, ഒട്ടും കുറവല്ലാത്ത പ്രാധാന്യത്തോടു കൂടി വേണം തോറ്റം പാട്ടുകാരെ കണക്കാക്കാൻ, അവരെ പരിഗണിക്കേണ്ടതാണ്. കാരണം ഈ തിറയുടെ ആട്ടത്തിലോ തിറയുടെ ചലനങ്ങൾക്കോ ഒക്കെ താളം കൊടുത്തുകൊണ്ട് പാടുമ്പോൾ തന്നെ ഈ തിറയുടെ കരിങ്കാളിയുടെ ഉൽപ്പത്തിയും കരിങ്കാളിയുടെ ഈ പ്രദേശത്തേക്കുള്ള വരവും എല്ലാം ഉൾക്കൊള്ളുന്ന തോറ്റം പാടുകയാണ് ഇവരിന്ന് ചെയ്യുന്നത്. അദ്ദേഹം ഉദാഹരണം പറഞ്ഞാൽ, അനുസരിക്കുന്ന തോറ്റം തൊട്ട്, അപ്പോൾ അരങ്ങത്ത് വേറെ ഒന്നും നടക്കുന്നില്ല, അനുസരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അനുസരിക്കുന്ന തോറ്റം തൊട്ട് പൊലിച്ചുപാട്ട് വരെ ഒരു തോറ്റം. അത് ഈ അനുസരിക്കുന്ന തോറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഈ തറയുടെ ഒരു ആമുഖം പോലെയാണത്. അത് പറയുമ്പോൾ അത് ആദ്യം തന്നെ തെയ്യത്തെ അനുസരിക്കട്ടെ എന്ന് ചോദിക്കുന്നു. തമ്പുരാക്കന്മാരെ തെയ്യത്തെ അനുസരിക്കട്ടെ എന്ന് ഈ തോറ്റം പാടുന്ന ആളുകളുടെ പ്രധാന നായകനായിട്ടുള്ള ആൾ വിളിച്ചു ചോദിക്കും. അങ്ങനെ വിളിച്ചു ചോദിച്ച് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചിട്ടാണ് തുടങ്ങുക. അതിനുശേഷം ഈ തോറ്റത്തിലെ തിരുവുള്ളമായിരിക്കണേ എൻ്റെ അപ്പ, എൻ്റെ മുത്തപ്പ, എൻ്റെ അമ്മേ, എൻ്റെ കരിങ്കാളി, തിരുവരയോർത്തിൽ ക്ഷത്തിച്ചാല ഓടനാട് പിള്ള മാകാളി, കുന്നിരിക്കോ നടക്കാവ്, അഞ്ചിക്കിരിയത്തിൽ കോവിൽ കമ്മന്മാരും, 4 തോരണത്തിലെ നേത്യാന്മാരും, പാവും ചോദ്യം കൂടി തിരുനാൾക്ക് പാൽക്കടൽ ആടി കുളിച്ചു പോകുന്ന ആ കഥ തൊട്ടിട്ടാണ് തുടങ്ങുക അനുസരിക്കുന്ന തോറ്റം. അപ്പോൾ അത് ഉദ്ദേശം വൈകുന്നേരം ഒരു 5 മണി ആവുമ്പോൾ തുടങ്ങുന്നു. അതിനുശേഷമാണ് ഈ വെളിച്ചപ്പാട് അല്ലെങ്കിൽ തെയ്യം കിട്ടുന്ന ആൾ കുളിച്ചു വന്ന് വാളുമായിട്ട് വന്ന് ഒരു ആമുഖം പോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൽപ്പിച്ച് പോവുകയാണ്. അതിനുശേഷമാണ് ഈ അനുസരിക്കുന്ന ഈ തോറ്റം പാട്ടുകാർ പാടുന്നത്. അവിടെ നിന്ന് പാടി തുടങ്ങിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉദ്ദേശം 2-3 മണിക്കൂറുകളോളം ഈ തോറ്റം പാടാനുണ്ട്. ഈ തോറ്റം പാടുന്ന ആൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള തലയിൽ കെട്ടും തുണി കൊണ്ടുള്ള ഒരു കെട്ടും കൂടിയതാണ് ഈ തോറ്റം പാട്ടുകാരൻ്റെ വേഷം. അപ്പോൾ ഈ തോറ്റം പാട്ടുകാരൻ ഒരു സമയത്ത് അവരൊരു കളി കളിക്കാറ്, പട്ടക്കളി എന്നൊക്കെ പറയുന്നൊരു കളി. ഈ പാൽമള്ളരി നടന്നാൽ അതിന് ചുറ്റും വെള്ളരി വെച്ചതിന് ചുറ്റും നടന്ന് ചെറിയ അഭ്യാസം കാണിച്ച് ചാടിയിട്ട് ഈ തോറ്റം പാടുന്ന ആളുകൾ അങ്ങനെ ചെയ്യും. കുറച്ച് അത് മാത്രം ആണ് ഒരു അഭ്യാസ പ്രകടനമായി കാണുന്നത്. ശരിക്കും ഒരു പ്രകടനമാണ് എന്ന് തന്നെ പറയും. ആളുകൾക്ക് കാണാൻ രസിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനമാണ് അത്. മറ്റ് വിശ്വാസങ്ങളൊന്നും അതിൻ്റെ പിറകിലില്ല. പ്രത്യേകിച്ച് അതിൽ താളം ഒരു ഇടഞ്ഞു വരുന്നൊരു താളത്തിലാണ് അവർ ഈ തുടിയോട് കൂടി തന്നെ ചാടുന്നത് ചുവടുകൾ വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓരോ തോറ്റങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല തോറ്റങ്ങളും അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ച് നമ്മളനുസരിക്കുന്ന തോറ്റം കഴിഞ്ഞു. അതുപോലെ പൊലിച്ചുപാട്ട് എന്നൊരു തോറ്റ, അല്ലെങ്കിൽ ഈ തോറ്റവും
പാട്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാണും. തോറ്റത്തിലിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ വരികൾ നീട്ടി ചൊല്ലുക എന്നല്ലാതെ, മറ്റത് പൊലിച്ചുപാട്ടിൽ എ എ എന്നും ഓരോ വരിയുടെ അവസാനം എ എന്നും രണ്ടാമത്തേന് എ ഓ എന്നിങ്ങനെ രണ്ട് ശബ്ദങ്ങൾ, അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് കാണാം. അതാണ് പാട്ടിൽ എ എന്നും എ ഓ എന്നും ഉണ്ടാവും. മറ്റ് തോറ്റങ്ങളിൽ അതുണ്ടാവില്ല. അപ്പോൾ പിന്നെ അടുത്തത് പുഴത്തോറ്റം എന്ന് പറയുന്ന തോറ്റം. അത് വരിക പൊലിക തെയ്യമേ, തിരുവുള്ള വായ്പോ എന്ന് വിളിച്ചപ്പെടുക തെയ്യമേ, പാലക്കാട്ട് കരിങ്കാളി കരിയാത്ത സ്വരൂപം പെറ്റ സ്വരൂപ പരദേവതയെ നിന്തുരുവെള്ളം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് പുഴത്തോറ്റം തുടങ്ങുന്നത്. ഈ ബലവീര്യമില്ലാതെ അവിടെ നിന്ന് പുറപ്പെട്ടു വന്ന് തിരുനായവായ നിന്ന് പുറപ്പെട്ടു വന്ന് പുഴയെടുത്തെത്തി പുഴയിൽ തുണി തുഴയുന്ന ആളുകളുമായിട്ട് തോണിക്കൂരിക്ക് പെശകി, പുഴയാടിയാനുമായി പെശകി, പുഴയാടിയാനെ കൊന്ന് തല വെട്ടിവെച്ച്, ആ സംഭവങ്ങളൊക്കെയാണ് പുഴത്തോട്ടത്തിൽ പറയുക. അതിനുശേഷം പുഴ കടന്നു വരുന്നു. പിന്നത്തതാണ് ചാലിയത്തെ പാട്ട്. അത് പാട്ട് തന്നെയാണ്. നേരത്തെ കണ്ട അനുസരിക്കുന്ന തോറ്റത്തിലും പാട്ടാണ്. അതിന് പൊലിച്ചുപാട്ടിന് ഈ പാട്ടാണ്. ചാലിയത്തെ പാട്ട് അതും പാട്ടാണ്, തോറ്റമല്ല. എ എ ഓ എന്നുള്ളത് ആ പാട്ടിലുണ്ടാകും. പാൽക്കടലാടി പന്തലാഞ്ചേരി പടനായരുടെ നേതൃത്വത്തിൽ പാൽക്കടലാടി കുളിച്ചു വരുന്നതിൻ്റെ കഥയായിരിക്കും ഈ ചാലിയത്തെ പാട്ടിലുണ്ടാവുക. പിന്നെ വെള്ളാറ്റിൻ്റെ തോറ്റം. ചാലിയത്ത് ദൈവം വന്നിരുന്ന ശേഷം പാൽക്കടലാടി കുളിക്കാൻ പോകുമ്പോൾ ദേവാങ്കുടി ജനങ്ങളും പണിക്കന്മാരും നായന്മാരും നെറ്റിയാന്മാരും എല്ലാം കൂടി പുറപ്പെടുന്ന ആ സംഭവമാണ് ഈ തോറ്റത്തിലുണ്ട്. ഉദ്ദേശം വെള്ളാട്ടിൻ്റെ തോറ്റമാണ് ഏറ്റവും കൂടുതൽ വലിയ തോറ്റം എന്ന് പറയണം. ഒരുപാട് തോറ്റങ്ങളുണ്ട്. വെള്ളാട്ടിൻ്റെ തോറ്റത്തിനാണ് ഏറ്റവും അധികം വലിപ്പമുള്ളത്. അതിനുശേഷമുള്ളത് പന്തലാഞ്ചേരി തോറ്റം. പണിക്കർക്ക് രോഗം തെയ്യത്തിലെ ആടിക്കാനുള്ള കൽപ്പന തെയ്യം ഉറക്കത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അതാണ് പന്തലാഞ്ചേരി പ്രധാനമായിട്ട് വരുന്നത്. ഈ പാൽക്കടലാടി കുളിച്ച് വരുമ്പോൾ തെയ്യത്തെ പണിക്കർക്ക് സഞ്ചരിക്കാൻ വയ്യാതെയാവുന്നു. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പരാജയം സംഭവിച്ചില്ല. ഏത് മന്ത്രവാദ വിദ്യയാണോ എന്തോന്നറിയില്ല എന്ന് പണിക്കർ ശക്തമായിട്ട് വെല്ലുവിളിച്ചിട്ടും ഒരനക്കവും കിട്ടിയില്ല. അവസാനം ഉറക്കത്തിൽ പണിക്കർ പടനായൻ കിടന്നുറങ്ങുമ്പോൾ പടനായൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് തോറ്റം. ഈ കരിങ്കാളി പറഞ്ഞു കൊടുക്കാൻ ഞാനാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങയുടെ അങ്ങയുടെ മഞ്ചലിൽ കൊണ്ടുവച്ച് തിരിച്ചു കൊണ്ടുവരാൻ ജ്യോതിഷ പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, അത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നതിന് പ്രായശ്ചിത്തമായിട്ട് എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്ന് പടനായരും തീരുമാനിക്കുന്നു. അങ്ങനെ തിരിച്ചു പോകുന്നു. അതാണ് പന്തലാഞ്ചേരി തോറ്റം. അതും സാമാന്യം വലുപ്പമുള്ള തോറ്റമാണ്. പിന്നെ അടുത്തത് മുണ്ടക്കൽ തോറ്റമാണ്. മുണ്ടക്കൽ തോറ്റം വ്യത്യാസമൊന്നുമില്ല, പന്തലാഞ്ചേരി തോറ്റം പോലെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അവിടെ ആശാരി ആണ് സ്വപ്നം കാണുന്നത്. കല്ലാശാരി മരം ഒരു പന്തലിടാൻ നോക്കിയിട്ട് എങ്ങനെയായും അതിൻ്റെ അളവ് ശരിയാവുന്നില്ല, എപ്പോഴും തെറ്റിപ്പോകുന്നു. ഈ ആശാരി വല്ലാതെ വിഷമിച്ച് വീട്ടിൽ പോയിട്ട് കവന്ന് കിടന്നുറങ്ങുമ്പോഴാണ് ഏകർന്ന സ്ഥലത്ത് താഴ്ന്ന കുറച്ച് ചെറിയ കുഴിയും താഴ്ന്ന സ്ഥലത്ത് കുറച്ച് വലിയ കുഴിയും ഇട്ടാൽ മതിയാവും എന്ന് തോറ്റം തെയ്യം അങ്ങനെ അതിൻ്റെ ഒരു അളവൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ആശാരിയെ തെയ്യം പറഞ്ഞു കൊടുക്കുന്നു. തെയ്യം എല്ലാം വിവരിച്ചു കൊടുക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ അങ്ങനെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മുണ്ടക്കൽ തോറ്റത്തിലും പന്തലാഞ്ചേരി തോറ്റത്തിലും വരുന്ന ആളുകളും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളും നാലു ഭാഗത്തുള്ള അഭ്യാസികളും പടയാളികളും അങ്ങനെയുള്ള എല്ലാ ആളുകളെയും ഈ തറ കാണാൻ ക്ഷണിക്കുന്നുണ്ട്. അത് പന്തലാഞ്ചേരി തോറ്റത്തിലുണ്ട്, മുണ്ടക്കൽ തോറ്റത്തിലുണ്ട്. ഇവിടേക്കെയും ഈ സ്ഥലത്തൊക്കെ ഒരു
പ്രത്യേക 2-3 ആളുകളുടെ പേര് പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഒന്ന് നമ്മുടെ സാമൂതിരി രാജാവിനെ പ്രതികരിച്ച് ഒരു ഏറനാട് നമ്പ്യാതിരി കോവിൽ അവർ വരുന്നുണ്ട്. അവരും പള്ളി ഐന്തോളവും പച്ചക്കുടയും പള്ളി മാറാടിയും മുമ്പിൽ വരുന്നു. പള്ളി മാറാടി എന്നുള്ളത് സാമൂതിരിയുടെ ഒരു അധികാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയുടെയോ ഒക്കെ ഒരു ചിഹ്നമായിട്ട് പറയാറുണ്ട് പള്ളി മാറാടി. ആ പള്ളി മാറാടിയും ഏറനാട് നമ്പ്യാതിരിക്കൊഴു വാഴുന്നവർ ഇത് വരുന്നു. അതുപോലെ ആനയ്യൻ കർത്താവ് ഒരാൾ പറഞ്ഞു. ആനയ്യൻ കർത്താവും ആനയും കൂടി വരുന്നു. അത് 2 തോറ്റത്തിലും കാണാം ഈ ആനയ്യൻ കർത്താവിനെ. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എല്ലാ ആളുകളെയും വിളിക്കുന്നു. അതുപോലെ മരാട്ട് കറുത്തെടുത്ത് അളാഞ്ചേരി ഇങ്ങനെയുള്ള തിരുമേനിമാരെ തന്ത്രിമാരെ വിളിക്കുന്നു. അങ്ങനെ ഒരു 4 തന്ത്രിമാരെ വിളിക്കുന്നുണ്ട് ഈ തെയ്യം കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ അഭ്യാസികളായിട്ടുള്ള എല്ലാ പണ്ടാഞ്ചേരി പടനായർ തൊട്ട് മുണ്ടക്കൽ പുളിയിക്കോട് നായർ വരെ അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ആളുകളെയും അവിടേക്ക് വിളിച്ചു വരുന്നത്. അവർ വരുന്നതായിട്ട് പറയുന്നു. അതുപോലെ ഈ പണ്ടേ ആദരം കാര്യങ്ങളിലൊക്കെ പന്തലാഞ്ചേരി തോറ്റത്തിനോ മുണ്ടക്കൽ തോറ്റത്തിനോ വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പന്തലാഞ്ചേരി ഒരു തറ നടന്നു. അപ്പോൾ അതുപോലെ എനിക്കും ഒരു തറ ആടണം എന്നുള്ള കഥ മുണ്ടക്കൽ തോറ്റത്ത് പറയും. പിന്നത്തെ തോറ്റമാണ് പടവെട്ട് തോറ്റം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഭദ്രകാളിയോടുള്ള പട, ചക്കാലനായരായിട്ടുള്ള എണ്ണ കുട്ടിയുടെ രക്തം ചേർത്ത് എണ്ണ തേച്ച് പോയ കരിങ്കാളി, അതുപോലെ സ്മോണ്ടമ്പലത്തിന് മൂസിൻ്റെ നിന്ന് പാല് വാങ്ങി കുടിച്ച കരിങ്കാളി, അങ്ങനെ ഒരു കാര്യം പറയുന്നു. അതിനുശേഷം വരുന്നത് വെള്ളിയാഴ്ചപ്പാട്ട് എന്നുള്ള ഒരു തോറ്റമല്ല പാട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓന്നുണ്ടാവും. ഈ വെള്ളിയാഴ്ച പാട്ടിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കരിങ്കാളി വന്ന സ്ഥലത്ത് മുണ്ടക്കൽ തൊട്ട് അല്ലെങ്കിൽ പാലക്കാട്ട് കരിങ്കാളി എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് ഈ കരിങ്കാളി ഏതെല്ലാം സ്ഥലത്തിലേക്ക് വ്യാപിക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. ഓരോ സ്ഥലത്തും ഒരാഴ്ചയ്ക്ക് ശേഷവും ഓരോ സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് പോകും. എവിടെയും കരിങ്കാളി സ്ഥിരമായി താമസിക്കില്ല, നാട്ടുപരദേവതയാണ്. അതുകൊണ്ട് തറവാട്ടിലോ വീട്ടിൻ്റെ അകത്തോ കുടിവെച്ച് ആരാധിച്ചാൽ ആ തറവാട് കരികരിച്ച് കളയും കരിങ്കാളി എന്ന് തോറ്റത്തിൽ തന്നെ പറയും. അതുകൊണ്ട് ഓരോ സ്ഥലത്തും പോകാൻ ചെറിയ കാരണം മതി. ആ ചെറിയ കാരണം കൊണ്ട് ഓരോ സ്ഥലത്തേക്കും പോകും. അങ്ങനെ 18 സ്ഥലത്തും പോയി പാവാട നിവർത്തി ഇരിക്കുന്നത് ഒരേ മാതിരിയാണ്. പടിഞ്ഞാറ്റിയിൽ പാവാട നിവർത്തിയിരിക്കുകയാണ്. വെള്ളി പീഠം പൊന്നും പീഠത്തിൽ കയറി പാവാട നിവർത്തി ഇരിക്കുകയാണ് കരിങ്കാളി ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം വെള്ളിയാഴ്ച പാടത്തിന് തോറ്റം, പിന്നെ ഒരു വെള്ളരിത്തലക്കിലെ തോറ്റമുണ്ട്. അവിടെയും ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതും ഏതാണ്ട് അവസാനത്തിലുള്ള ഒരു തരമുള്ള ഉപസംഹാരമായിട്ട് വേണം അത് കാണാൻ. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ തോറ്റങ്ങൾ കിട്ടിയത് വെള്ളാമ്പറത്ത് തെയ്യണ്ണിയുടെ കയ്യെഴുത്ത് വശം ഉണ്ടായിരുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. ആ 106 ഓലകൾ ഉള്ള 2 വശത്തും എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ തോറ്റങ്ങളും പാട്ടുകളും കിട്ടിയത്. ഇതോടെ തോറ്റങ്ങൾ സകലതും തീർന്നു എന്നുവരെ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ തോറ്റം ഈ കരിങ്കാളി തോറ്റം മുഴുവൻ കഴിയുമ്പോഴും ഒന്ന് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പറയും കരിയാത്ത സ്വരൂപം പെറ്റ അഴകിയ പരദേവതയെന്ന്. കരിങ്കാളിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് കരിയാത്ത സ്വരൂപം പെറ്റ
അഴകിയ പരദേവതയെ. ആ കരിയാത്തൻ ആര് എന്നുള്ളൊരു ചിന്തയും കൂടി നമുക്ക് ഇവിടെ ആവശ്യമാണ്. കരിങ്കാളിത്തറയ്ക്ക് ശേഷം സാധാരണ ഒരു കരിയാത്തൻ്റെ തറയുണ്ടാവും, അല്ലെങ്കിൽ കരുവട്ടൻ്റെയോ ഏറാട്ടുകാളൻ്റെയോ ഒക്കെ തറയുണ്ടാവും. സാധാരണ നമ്മളിത് നോക്കുമ്പോൾ കരിങ്കാളിത്തറ പ്രധാനമായിട്ട് കിട്ടുമെങ്കിലും കരിയാത്തന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കും. കരിയാത്ത സ്വരൂപം പെറ്റ അഴകിയ പരദേവതയാണ് കരിങ്കാളി. അപ്പോൾ കരിങ്കാളി തറ ഉണ്ടാകുമ്പോൾ കരിയാത്തനും കൂടി തറ വേണം, അല്ലെങ്കിൽ ഏറാട്ടുകാളിനൊരു തറ വേണം, അല്ലെങ്കിൽ കരുവട്ടനുള്ള ഒരു തറ വേണം. അങ്ങനെ ഏതെങ്കിലും ഒരു കറുത്ത കച്ച ചുറ്റിയിട്ടുള്ള ഒരു വെളിച്ചപ്പാട്, ഒരു കോമരം. ആ കോമരം ചെയ്യുന്നതും ഈ ചുവന്ന പട്ട് ചുറ്റിയ വെളിച്ചപ്പാടും വെളിച്ചപ്പാടും തുല്യമാണ്. പക്ഷേ ഈ കയ്യിൽ പള്ളിവാളുണ്ടാവില്ല, ഒരു ചുരുകിയായിരിക്കും കയ്യിലുള്ള ആയുധം എന്നൊരു വ്യത്യാസമുണ്ട്. അതുപോലെ പട്ട് ചുറ്റില്ല, അരയിൽ കറുത്ത ഒരു പട്ട്, അരമണി, കാല് ചിലമ്പ്, ഇതുണ്ടാവും. ഇത് ഒരു ചില ഗവേഷകന്മാർ, ചില ആളുകൾ പറയുന്നത് ഈ എറാട്ടുകാളൻ എന്ന് പറയുന്ന ആൾ സാമൂതിരി രാജാവ് തന്നെയാണ് എന്നാണ്. ഒരു രാജാവിൻ്റെ തറയാണ് പിന്നെ കിട്ടുന്നത് എറാട്ടുകാളൻ എന്ന് പറയുന്നത് എന്നൊരു വിശ്വാസം ഉണ്ട്. അതുപോലെ തന്നെ കരുവട്ടൻ എന്ന് പറയുന്നത് കരിങ്കാളിക്ക് തിരുനാവായയ്ക്ക് മാമാങ്കത്തിന് പോകാൻ വഴി കാണിച്ചു കൊടുത്ത ആളാണ് കരുവട്ടൻ. ആ കരുവട്ടനെ കുറിച്ചും കരിയാത്തൻ്റെ തോറ്റത്തിൽ പറയുന്നുണ്ട്. അതുപോലെ കരിയാത്തൻ്റെ തോറ്റത്തിലാണ് ചില കാര്യങ്ങളുള്ളത്. ഈ കുറേ കൂടി കരിങ്കാളിയുടെ തോറ്റത്തിനേക്കാൾ കൂടുതൽ പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ചൊക്കെ പറയുന്നു. ശിവൻ്റെ തപസ്സിനെക്കുറിച്ച് പറയും. ശിവൻ എനിക്ക് ഞാനേ എന്ന് പറഞ്ഞിട്ട് തപസ് ചെയ്യാൻ വരികയാണ്. എനിക്ക് ഞാനേ, അടുത്ത നൂറ്റാണ്ട് കാലത്തേക്കും എനിക്ക് ഞാനേ എന്ന് തോറ്റത്ത് പറയുമ്പോൾ മഹാകാവ്യം കുമാരസംഭവത്തിൽ ശിവൻ്റെ തപസ്സിനെക്കുറിച്ചും ആത്മാനമാത്മന്യവലോകയന്തം എന്ന് സതിയുടെ ദഹനത്തിന് ശേഷം ശിവൻ തപസ്സിലിരിക്കുന്നത് അവനവനെ തന്നെ നോക്കിയിട്ട് തനിക്ക് താൻ തന്നെ ഉള്ളൂ എന്ന് കരുതിയിട്ടുള്ള തപസ്സാണ്. ആ തപസ്സിനെക്കുറിച്ചുള്ളൊരു സൂചനയല്ലേ ഈ എനിക്ക് ഞാൻ തന്നെ എന്നുള്ള ഈ കരിയാത്തൻ്റെ കൽപ്പന. മാത്രമല്ല ഈ കരിയാത്തൻ്റെ കാണാൻ ഒരു കരിയാത്തൻ ഈ തിരുവഞ്ചക്കുളത്ത് പോയിട്ട് യുദ്ധത്തിന്, തിരുവഞ്ചക്കുളത്ത് രാജാവ് ചേരമാൻ സ്വരൂപം യുദ്ധത്തിൽ പരാജയപ്പെട്ട് 7 പ്രാവശ്യം യുദ്ധത്തിൽ പരാജയപ്പെട്ട് അങ്ങനെ ദുഃഖിതനായിരിക്കുന്ന ഈ തിരുവഞ്ചക്കുളത്ത് ചേരമാൻ സ്വരൂപം, ആ സ്വരൂപം തൻ്റെ ദൈവമായിട്ട് ഒരു ഈ കരിയാത്തൻ്റെ ജന്മം പറയുന്നുണ്ട്. ആ കരിയാത്തൻ ഒരു കുന്നിമണി പോലെ രൂപം കണ്ടു, പടർന്നു, പതുക്കെ വലുതായി. അത് വലിയ താടിയും മീശയും ഒക്കെ ഉള്ള കരടി മുഷിഞ്ഞ വേഷത്തോട് കൂടിയിട്ടുള്ള ഒരു കരിയാത്തൻ അരങ്ങത്ത് കരിയാത്തൻ്റെ കഴിവ് എവിടെയാണെന്ന് കാണിക്കുന്നത് വെച്ചാൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തൊരു കൂറ്റൻ പന്നിയെ, വലിയ വലിപ്പം ഒരു പന്നിയെ അമ്പെയ്ത് വീഴ്ത്തി കരിയാത്തൻ. ഇതൊക്കെയാണ് കരിയാത്തൻ്റെ. നേർക്ക് മനുഷ്യരുമായിട്ട് യുദ്ധം ചെയ്തതിൻ്റെ കഥയൊന്നും വല്ലാതെ കാണില്ല. പക്ഷേ ഈ തിരുവഞ്ചിക്കുളത്ത് ചേരമാൻ സ്വരൂപത്തിനെ സഹായിക്കാൻ വേണ്ടി വേറൊരാളെന്ന് പോയ ഒരാളാണ് ഈ കരിയാത്തൻ എന്നൊരു സൂചന നമുക്കിവിടെ കാണാം. ആ കരിയാത്തൻ്റെ കൂടെ കരിങ്കാളിയുടെ കൂടെ വന്ന ആളുകൾ ഈ കരിയാത്തൻ്റെ കൂടെ പോകുന്നുണ്ട്. ചൂഴിയേരി നേറ്റിയാരോ അങ്ങനെയുള്ള ആളുകൾ, പന്തലാഞ്ചേരി പടനായർ പോകുന്നുണ്ട്. പുളിയക്കോട് നായരെന്നല്ല, ഇത് പുളിയച്ചേരി നായർ എന്നാണ് പറയുന്നത്. പുളിയച്ചേരി നായർ പോകുന്നുണ്ട്, കരിങ്കാളിയും പോകുന്നുണ്ട്.
അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി ഏതാണ്ട് യാത്ര ചെയ്ത് ഒരമ്പലത്തിൽ ഈ പോകുന്ന ആളുകൾക്ക് ആദ്യം ഈ കരിയാന്തരം കാണാൻ പറ്റിയില്ല. വഴിക്ക് എവിടെ വെച്ചൊരു ഒരു കാവ്, ആ കാവിൽ ഇങ്ങനൊരു വെള്ളിപീഠവും സ്വർണ്ണപീഠവും ഒക്കെ ഇട്ട് പാവാട നിർത്തിയിരിക്കുന്ന ഒരു ദൈവത്തിനെ കാണുന്നു. അങ്ങനെ ആ ദൈവം ഇവരെ കൂട്ടിപ്പോകുന്നു. ദൈവം ഇവരോട് കൂടി പോകുന്നു, യുദ്ധത്തിന് വേണ്ടി പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഇവരെല്ലാവരും സഹായിക്കാൻ വിളിച്ചതാണെങ്കിലും ഇവർക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് പരീക്ഷിക്കാൻ രാജാവ് ചേരമാൻ പെരുമാളും എല്ലാ വാതിലും അടയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും വാതിലടച്ച് തട്ടി പൂട്ടാൻ പറഞ്ഞു. അടുപ്പിലത്തേക്ക് എടുത്താൻ പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് ഇവർ വന്നപ്പോൾ രാജാവ് ഒന്നും ചെയ്തില്ല, വാതിൽ പൂട്ടി. അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന കരിയാത്തൻ പറഞ്ഞു, അത് നോക്കണ്ട, നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാമെന്ന്. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഇവരുടെ കഴിവ്, ഇവരാരാണെന്ന് ഈ പിന്നെ ചേരമാൻ സ്വരൂപത്തിന് മനസ്സിലായത് എന്ന് ത്വറ്റത്തിൽ പറയുകയാണ്. അങ്ങനെ ചേരമാൻ സ്വരൂപത്തിനെ സഹായിക്കാൻ വേണ്ടി പോയ ഒരു കരിയാത്ത സ്വരൂപത്തിൻ്റെ അഴകിയ പരദേവതയാണ് കരിങ്കാളി. അതുകൊണ്ട് ഈ കരിയാത്തനെ കൂടാതെ കരിങ്കാളിയെക്കുറിച്ച് പറയാനോ പാടില്ല, അതുപോലെ തറ നടത്താനോ പാടില്ല. അങ്ങനെ ഒരു കാര്യം കൂടി കരിങ്കാളി തറയെക്കുറിച്ച് പറയുമ്പോൾ പറയാനുണ്ട്.